നമസ്കാരം. വിദ്യാലയങ്ങളോ അതോ വന്യമൃഗങ്ങളുടെ താവളങ്ങളോ? 9ാം ക്ലാസ്സുകാരന് നേരെ മുതിർന്ന വിദ്യാർത്ഥികളുടെ മൃഗീയ വേട്ട. ഒരു മരണം കാത്തിരിക്കുകയാണോ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ്? കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം രീതിയിൽ പറഞ്ഞതാണ്. റാഗിംഗ് ചെയ്താൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് ചെറുപുഞ്ചിരിയോടെ അറിവ് നേടാനും കൂട്ടുകാരോടൊത്ത് തോളിൽ കൈയിട്ട് ചിരിക്കാനുമായി വിദ്യാലയ മുറ്റത്തേക്ക് പോകുന്ന കുരുന്നുകൾ ചോര ഒലിപ്പിച്ച് മരണതുല്യരായി ആശുപത്രി കിടക്കയിലേക്ക് മടങ്ങേണ്ടി വരുന്ന ഭീതിതമായ അവസ്ഥയിലാണ് ഇന്ന് നമ്മുടെ സമൂഹം. മഞ്ചേശ്വരം പൈവള്ളിക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ ഏതൊരു മനുഷ്യന്റെയും നെഞ്ചുലക്കുന്നതാണ്. 9ാം ക്ലാസ്സുകാരനായ വെറും 14 വയസ്സ് മാത്രം പ്രായമുള്ള മുഹമ്മദ് ജദീം എന്ന ബാലനെ 10ാം ക്ലാസ്സിലെ ഒരു കൂട്ടം മുതിർന്ന വിദ്യാർത്ഥികൾ ചേർന്ന് മൃഗീയമായി തല്ലിച്ചതച്ച സംഭവം കേവലം ഒരു കുട്ടിക്കളിയല്ല, മറിച്ച് ക്രിമിനൽ മനോഭാവത്തിന്റെ ഭീകരമായ പ്രതിഫലനമാണ്. സ്കൂൾ വിട്ട് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന ഒരു കുഞ്ഞിനെ വഴിയിൽ വളഞ്ഞിട്ട് നെഞ്ചിനും കഴുത്തിനും ലക്ഷ്യം വെച്ച് ക്രൂരമായി ഇടിച്ചപ്പോൾ ആ പിഞ്ചു മനസ്സ് എത്രമാത്രം ഭയന്ന് വിറച്ചിട്ടുണ്ടാകും. അങ്കൽപ്പാടി താലൂക്ക് ആശുപത്രിയിലെ കട്ടിലിൽ വേദന കൊണ്ട് പിടയുന്ന ആ മകനെ നോക്കി കണ്ണീർ വാർക്കുന്ന മാതാപിതാക്കളുടെ നെഞ്ചിലെ തീ അണയ്ക്കാൻ ആർക്ക് കഴിയും? ഉപ്പളയിലും കുമ്പളയിലും പൈവള്ളികയിലും ഒക്കെ റാഗിംഗ് എന്ന പേരിൽ ജൂനിയർ വിദ്യാർത്ഥികളെ തല്ലിച്ചതയ്ക്കൽ പതിവ് സംഭവങ്ങളായി മാറിയിരിക്കുന്നു എന്നത് അങ്ങേയറ്റം ലജ്ജാകരമാണ്. ഇന്ന് ഉപ്ലയിലെ മറ്റൊരു സ്കൂളിലും സമാനമായ റാഗിംഗ് അക്രമം നടന്നു എന്നത് ഇതിന്റെ ആഴം വ്യക്തമാക്കുന്നു. ഇവിടെയാണ് അധികാരികളുടെ നേർക്ക് വിരൽ ചൂണ്ടേണ്ടത്. ഈ ക്യാമ്പസുകളിൽ ചോര ഒഴുക്കുന്ന ക്രൂരമനസ്ഥിതിയുള്ള വിദ്യാർത്ഥികളെ ഇനിയും സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി പഠിപ്പിക്കാൻ അനുവദിക്കണമോ? ക്രൂരതയും അക്രമവും മാത്രം കൈമുതലായുള്ള ഇത്തരം വിദ്യാർത്ഥികൾക്ക് പോകേണ്ട ഇടം പൊതുവിദ്യാലയങ്ങളല്ല, മറിച്ച് അവരെ തിരുത്താൻ പോന്ന ദുർഗുണ പരിഹാര പാഠശാലകളാണെന്ന് മനസ്സിലാക്കാൻ വിദ്യാഭ്യാസ വകുപ്പിന് ഇനി എത്ര നാൾ വേണം? ബാലാവകാശത്തിന്റെ പേരിൽ ഇത്തരം ക്രൂരതകൾ കാട്ടുന്ന വിദ്യാർത്ഥികളെ സംരക്ഷിക്കുന്ന നിലപാടിൽ നിന്നും അധികൃതർ പിന്മാറിയേ മതിയാവൂ. ഞങ്ങൾ കുട്ടികളാണെന്ന് പറഞ്ഞ് നിയമത്തെ പുല്ലുവില കൽപ്പിക്കുന്ന, പോലീസിനെ പുല്ലുവില കൽപ്പിക്കുന്ന, അത്രയും പേടിയില്ലാത്ത വിധം കുട്ടികൾക്കിടയിൽ വളരുന്ന ഈ അക്രമ പ്രവണതകൾക്ക് എന്നാണ് തടയിടാൻ സാധിക്കുന്നത്? ഒരു വിദ്യാർത്ഥിയുടെ ജീവൻ കൂടി ഇത്തരക്കാരുടെ കൈകളാൽ പൊലിയുന്ന ഒരു ദുരന്ത വാർത്ത കേൾക്കാൻ വേണ്ടിയാണോ വിദ്യാഭ്യാസ വകുപ്പും പോലീസും കാത്തിരിക്കുന്നത്? ഒരു മരണം സംഭവിച്ചതിന് ശേഷം മാത്രം ഫയലുകൾ ചലിപ്പിക്കുന്ന പതിവ് രീതി അവസാനിപ്പിച്ച് ഈ കാടത്തത്തിന് ഇനിയെങ്കിലും അറുതി വരുത്താൻ അധികാരികൾ അടിയന്തരമായി ഇടപെടണം. ദുർഗുണ പരിഹാര പഠനശാല ഇവർക്കായി തുറന്നു നൽകണം. പയ്യോളിക നഗർ സ്കൂളില് നല്ലൊരു കുട്ടിയെ ഒരു റാഗിംഗ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായി. ആ കുട്ടിയുടെ വീട്ടിലാണ് ഞങ്ങൾ ഇപ്പോൾ ഉള്ളത്. കുട്ടിക്ക് സാരമായ പരിക്കുണ്ട്. വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ആലോചിച്ചുകൊണ്ടുണ്ട്. അപ്പൊ സമൂഹത്തില് ഞങ്ങൾ ആദ്യം തന്നെ എല്ലാ കുട്ടികളെ ക്ലാസ്സിൽ പോയി HM അടക്കം പ്രിൻസിപ്പാൾ അടക്കം SMC ചെയർമാൻ PTA പ്രസിഡന്റ് എല്ലാവരും കൂടി കുട്ടികൾക്ക് ഒരു ബോധവൽക്കരണം രീതിയിൽ പറഞ്ഞതാണ്. റാഗിംഗ് ചെയ്താൽ കർശനമായ നടപടിയെടുക്കുമെന്ന് പറഞ്ഞിട്ട് അതും ചെവികൊള്ളാതെ ചുരുക്കം ചില കുട്ടികൾ ക്രിമിനൽ വാസന കൊണ്ട് ഇതുപോലുള്ള റാഗിംഗ് പോലുള്ള പ്രവൃത്തികൾ ചെയ്തു വരുന്നുണ്ട്. തീർച്ചയായും PTA ഇനി മേലിൽ ഇത് ആവർത്തിക്കാത്ത രീതിയിലുള്ള ശക്തമായ നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഇത്തരം വിദ്യാർത്ഥികൾ മറ്റു കുട്ടികളോടൊപ്പം ഇരുന്ന് ഇനി പഠിക്കാൻ പാടില്ല എന്നുള്ള കൃത്യമായ നിയമം ഉണ്ടാക്കണം. ബാലാവകാശ നിയമം അത് പഠിക്കുന്ന കുട്ടികൾക്ക്, ഈ രാജ്യത്തിന്റെ നിയമം അനുസരിക്കുന്ന കുട്ടികൾക്ക്, നന്നായി വളരാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്കായി മാത്രമാകണം. അല്ലാതെ ക്രിമിനൽ മൈൻഡുമായി സ്കൂളിൽ വരുന്ന ഒരൊറ്റ ഒരു കുട്ടികളെയും സർക്കാർ ചെലവിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിപ്പിക്കാൻ അനുവദിക്കരുത്. അവരെ കൊണ്ടിടേണ്ട സ്ഥലം നിങ്ങൾക്കറിയാമല്ലോ എവിടെയാണെന്ന്. അവിടെ കൊണ്ടിരുത്തണം.